സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് നമ്മുടെ ദുൽഖർ സൽമാന്റെ വിഷയങ്ങളെ പറ്റി പറയാനാണ്. നമുക്കറിയാം ദുൽഖർ സൽമാനും മമ്മൂട്ടിയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെയും അവർക്കെതിരെ വലിയൊരു വിപ്ലവം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ സംഘിക്കുട്ടന്മാർ രംഗത്തേക്ക് വന്നത്. സംഘികൾ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംഘി എന്നുള്ളൊരു പേരല്ലാതെ നമുക്ക് വേറൊരു പേര് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘി എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സംഘികൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും എന്നുള്ളത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് പ്രതികരിക്കാനും എന്ത് കൊള്ളരുതായ്മ കണ്ടു കഴിഞ്ഞാൽ അതിനെല്ലാം എതിരെ സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശമുള്ളത് കൊണ്ട് തന്നെയും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ആ ഒരു അവകാശത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി ഇതിനെതിരെ അടിച്ചമർത്താൻ വേണ്ടി ഏതവും വന്നാലും നമ്മൾ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് നമ്മളുടെ അജണ്ട. അപ്പോൾ കൊള്ളരുതായ്മകൾ എവിടെ കണ്ടാലും അവിടെ ശബ്ദമുയരണമെന്ന് വേടം പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവന്മാരെന്നും അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അടിമയായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ട് അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ദുൽഖർ സൽമാന്റെ വിഷയത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ അതുല്യ നടനെയും മമ്മൂട്ടിയുടെ കുടുംബത്തിനെയും എല്ലാം പ്രതിപ്പട്ടികയിലേക്ക് ചേർത്തുകൊണ്ട് ക്രിസംഗി കുട്ടന്മാരുടെ ഒരു വലിയ നാടകം നമ്മൾ കണ്ടായിരുന്നു അല്ലേ. ആ നാടകത്തിനൊടുവിൽ എന്താണ് ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദുൽഖറിന്റെ വീട്ടിലേക്കും മമ്മൂട്ടിയുടെ വീട്ടിലേക്കും ഇ ഡി റെയ്ഡ് നടത്തി. എന്നാൽ ആ ഇ ഡി റെയ്ഡിൽ എന്താണ് കിട്ടിയത്? വട്ടപൂജ്യം, വെറും വായു, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് ഇടിക്ക് കിട്ടി. അവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. ഇത് മൈക്രോസ്കോപ്പിലോ ഒന്നിലും കൂടി കാണാൻ പറ്റാത്തൊരു സാധനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോ ആത്മാവ് പോലെ എന്തോ. എന്നാൽ വീട്ടിൽ കയറിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ നിന്ന് കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല, ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല. പിന്നീട് ഞങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ ഡിയിലെ അണ്ണന്മാർ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. ഈ വിഷയങ്ങൾക്കെല്ലാം ശേഷം ദുൽഖർ പുതിയൊരു കാര്യവുമായിട്ട് പോയിരിക്കണം. നമുക്കറിയാം ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിലേക്ക് അപേക്ഷയുമായിട്ട് പോവുകയുണ്ടായി. അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോയ സമയത്ത് ഈ കസ്റ്റംസിന്റെ അടുത്ത് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത്. ഹൈക്കോടതി പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ ആ വാഹനം പിടിച്ചെടുക്കേണ്ട ആവശ്യകത എന്തായിരുന്നു? ആ വാഹനം 4ാമത്തെ 5ാമത്തെ ഓണറാണ് ദുൽഖർ സൽമാൻ. അങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാന് മുൻപ് ഈ 3ാം ഓണറും 2ാമത്തെ ഓണറും ഫസ്റ്റ് ഓണറും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവർക്കെതിരെ എന്താണ് നിങ്ങൾ ആക്ഷൻ എടുക്കാത്തതെന്നാണ് ചോദിച്ചത്. അവരൊക്കെ ഹിന്ദുക്കളായിരിക്കും, അതുകൊണ്ടായിരിക്കും ആക്ഷൻ എടുക്കാത്തത്, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാതെ അവരാണോ പ്രതി, അതോ ഈ ദുൽഖർ സൽമാൻ ഏറ്റവും അവസാനമായിട്ട് വാഹനം മേടിച്ച ആളാണോ പ്രതി എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ചിന്തിക്കാനുള്ള സാമാന്യ ബോധവും കഴിവുമൊക്കെ നമ്മുടെ ഹൈക്കോടതിക്കുണ്ട്. അതുപോലും ഇല്ലാത്ത സംഘിക്കുട്ടന്മാരാണ് ഈ പറഞ്ഞ ദുൽഖറിനെ മമ്മൂട്ടിയൊക്കെ പ്രതിപട്ടികയിലേക്ക് ചേർക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്. അപ്പോൾ ഈ ഹൈക്കോടതി ലാസ്റ്റായിട്ട് ഇവരെ പുകച്ചു വിടുകയും ആ പുകച്ചു വിട്ടതിലുള്ള വിരോധം കൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വീട്ടിലേക്ക് ഇവന്മാർ വീണ്ടും പുതിയ ഒരു കിടുതാപ്പും പൊക്കി പിടിച്ചുകൊണ്ട് ചെന്നത്. എന്നിട്ട് അവിടെ എന്താണ് കിട്ടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ അപേക്ഷയുമായി പോയിട്ടുണ്ടെന്നാണ്. ദുൽഖറിന്റെ ഈ ഒരു വാഹനം വിട്ടുകിട്ടണമെന്നുള്ളൊരു കാര്യവുമായിട്ട് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, അച്ഛന്റെ പേര് അല്ലെങ്കിൽ ബാപ്പയുടെ പേര് മമ്മൂട്ടി എന്നാണെങ്കിൽ, മുഹമ്മദ് കുട്ടി എന്നാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഒരു സ്റ്റേഷന്റെ പരിസരത്ത് ഇട്ടുകൊണ്ടും വെയിലും മഴയും കൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഒരു ക്രിസംഗി കുട്ടന്മാരുടെയും ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ട് എൻ്റെ വണ്ടി ഞാൻ വിട്ടുതരില്ല. അത് കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ വണ്ടിയാണ്, എൻ്റെ വണ്ടി എൻ്റെ പണം കൊണ്ട്, ചോര നീരാക്കിയ പണം കൊണ്ട് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആ വാഹനം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുമെന്നുള്ളൊരു ധാർഷ്ട്യം ദുൽഖർ സൽമാൻ ഉണ്ടായിരുന്നു. ആ ധാർഷ്ട്യത്തിൽ നിന്ന് തന്നെയാണ് വക്കീലിന്റെ മകനായിട്ടുള്ള ഈ മലയാള സിനിമയുടെ താരരാജാക്കന്മാരിൽ ഒരാളായിട്ടുള്ള മമ്മൂട്ടിയുടെ മകൻ അപേക്ഷയുമായിട്ട് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. കോടതി അന്നേ പറയുകയുണ്ടായി, ദുൽഖർ സൽമാന് വാഹനം വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷ മാത്രം മതി. ആ അപേക്ഷ കൊടുത്തിട്ടും വാഹനം തരാനായിട്ട് കസ്റ്റംസ് തയ്യാറാവുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കണമെന്നും കസ്റ്റംസിന്റെ അടുത്ത് നമ്മുടെ ഈ കോടതി രൂക്ഷമായിട്ട് പറഞ്ഞു. വണ്ടി എന്തുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം കസ്റ്റംസ് പറഞ്ഞത് ആ വണ്ടി കൊണ്ടുവന്നത് കൃത്രിമമായിട്ടുള്ള രേഖകൾ കെട്ടിച്ചമച്ചുകൊണ്ടാണെന്നാണ്. അപ്പോൾ ഹൈക്കോടതി അതിനും കൊടുത്തൊരു മറുപടി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള രേഖകളാണോ ഈ ദുൽഖർ സൽമാൻ സമർപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രേഖകൾ വ്യാജമാണ് എന്നുള്ളത് അത് കസ്റ്റംസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം കോടതിയെ സമീപിക്കാനെന്നാണ്. അപ്പോൾ ശരിക്കും സംഘിക്കുട്ടന്മാർക്ക് കൊണ്ടു നല്ലപോലെ പൊള്ളി. അതിന് പകരമായിട്ടാണ് ഈ ദുൽഖറിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ വീട്ടിലേക്ക് ഇവന്മാർ വലിഞ്ഞു കയറി ചെന്നത്. വെളുപ്പാങ്കാലത്തൊക്കെ ചെന്നാണ് കേട്ടോ, 6:30 ചെന്നാണ്. എന്നിട്ട് അവിടെ നിന്നൊരു കുന്തവും കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഓപ്പറേഷൻ നംഖോറിൽ കസ്റ്റംസിന് അപേക്ഷ നൽകി ദുൽഖർ സൽമാൻ. പിടിച്ചെടുത്ത വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. നിതിൻ അബുജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, വെള്ളിയാഴ്ച കൊടുത്ത അപേക്ഷയാണെന്ന് മനസ്സിലാക്കുന്നു. അതിലെന്തെങ്കിലും മറുപടി കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടോ?
ഗോകുൽ, ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയത്. ഈ വാഹനങ്ങളിൽ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കസ്റ്റംസിന് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത്. നേരത്തെ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച ദുൽഖർ സൽമാൻ ഇപ്പോൾ കസ്റ്റംസിന് അപേക്ഷ നൽകിയത്. ഈ രേഖകൾ സഹിതമാണ് അപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്നത്. രേഖകൾ പരിശോധിച്ച ശേഷമാകും കസ്റ്റംസ് തീരുമാനമെടുക്കുക. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അപേക്ഷ തള്ളുകയാണെങ്കിൽ അതിന്റെ കാരണമെല്ലാം തന്നെ ബോധിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്തായാലും ഈ രേഖകൾ വിശദമായി പരിശോധിച്ചുമാകും ഇതിൽ കസ്റ്റംസ് തീരുമാനമെടുക്കുക. വെള്ളിയാഴ്ചയാണ് കസ്റ്റംസ് മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചത്. ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്നാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ആണത്വം എന്ന് പറയുന്നത്. അതായത് നിയമപരമായിട്ട് തന്നെ ദുൽഖർ സൽമാൻ മുന്നിലേക്ക് പോകുന്നു, അല്ലാതെ മറ്റുള്ളവരെ പോലെ മറ്റുള്ളവരുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ടല്ല ദുൽഖർ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാന് മാധ്യമങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ടൊരു അഭിമുഖം നടത്താം, എന്നിട്ട് പറയാം ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ഇത് എങ്ങനെയാണ് വാങ്ങിയതെന്നുള്ളതിനെ പറ്റി വേണമെങ്കിൽ അയാൾക്ക് പറയാം. പക്ഷേ അതൊന്നും ചെയ്യാതെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞൊരു പ്രവൃത്തിയാണ് ദുൽഖർ സൽമാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. കോടതിയെ സമീപിച്ചു, കോടതി ദുൽഖർ സൽമാൻ്റെ അടുത്ത് പറഞ്ഞു അപേക്ഷ നൽകിയാൽ മതി, അപേക്ഷ നൽകിയിട്ടും വാഹനം വിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റംസിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ തന്നെ കോടതി പറഞ്ഞു വെച്ചു. അതിന്റെ ഫലമായിട്ട് ഈ പറയുന്ന EDയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണ്ടും. അപ്പോൾ ആ വാഹനം വിട്ട് കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയാം. ഇനി വിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ ഈഗോ തീർക്കാനായിരുന്നു എന്നുള്ളത് നമുക്ക് എടുത്തറിയാൻ സാധിക്കും കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നതെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തതാണ്. സുനിത ദേവദാസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിന്റെ ആ ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തപ്പോൾ പുള്ളിക്കാരി തെളിവ് സഹിതം പുറത്തിട്ടതുമാണ്. ഈ ക്രിസംഗി കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയാണെന്ന് ഇതുവരെയും ഞാൻ പലതവണയായിട്ട് ചോദിക്കുന്നുണ്ട്. ഇതുവരെയും നമുക്ക് ഒരാൾക്ക് പോലും മറുപടി കിട്ടിയിട്ടില്ല, ഒരിടത്ത് പോലും കാണുന്നില്ല, ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല. എവിടെയോ ഒളിവിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ദുൽഖർ സൽമാനെ അങ്ങ് പെടുത്തിക്കളയാമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നുള്ളത് ഞാൻ വീണ്ടും പറയണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കാണാൻ പോവുകയാണ്. കോടതിയുടെ മറുപടി അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതും അതേപോലെ തന്നെ കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി കിട്ടാൻ പോകുന്നതെന്നുള്ളതും നമുക്കിനി കണ്ടറിയാം. ഈ 2-3 ദിവസത്തിനകത്ത് അറിയാമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇത് കേവലം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു വാഹനം കടത്തിയതിന്റെ പേരിൽ ഉണ്ടായതാണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? സംഘികൾക്ക് പറയാൻ പറ്റുമായിരിക്കും, അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം 100-ന് മുകളിൽ വാഹനങ്ങൾ കണ്ടു കിട്ടാനുണ്ട് അല്ലെങ്കിൽ കണ്ടു കെട്ടാനുണ്ടെന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വാർത്തകളിൽ കണ്ടത്. അങ്ങനെയെങ്കിൽ ഈ 100 വാഹനങ്ങളാണോ അല്ലെങ്കിൽ ഈ മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും 3 വാഹനങ്ങളാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്? 100 വാഹനങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആണ്. അതിൽ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന 3 വാഹനങ്ങളാണ് ഇവർ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ബാക്കി 97 വാഹനങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ 3 വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഈ എടുക്കുന്ന എഫേർട്സ് അതെന്ത് കണ്ടിട്ടാണ്? ആ എഫേർട്ട് എടുക്കുന്നത് ഇവർ മുസ്ലിംസ് ആയതുകൊണ്ടാണ് അല്ലേ? മുസൽമാൻ ആയതുകൊണ്ട് അവരെ അങ്ങ് അടിച്ചമർത്തിയിട്ട് മതി ബാക്കിയുള്ള പരിപാടി എന്നുള്ളതായിരിക്കും ഇവർ വിചാരിക്കുന്നത്. അത് തന്നെയാണ് നടന്നു വരുന്നത്. കാരണം മമ്മൂട്ടി എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ എന്നുള്ളൊരു പേര് അത് സമൂഹത്തിൽ ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്നും ആ ഒരു പേരിലേക്ക് നമുക്കൊരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് അവർക്കെതിരെ ഈ ഒരു പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഇതുവരെ മമ്മൂട്ടി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം മമ്മൂട്ടിക്ക് അറിയാം നിയമം ഏത് രീതിയിലാണ് ഇതൊക്കെ കണ്ടെടുക്കുക, അല്ലെങ്കിൽ നിയമം ഏത് രീതിയിലാണ് പോകുക എന്നുള്ളത്. കാരണം നിയമം അരച്ച് കലക്കി കുടിച്ചതിന് ശേഷമാണ് അയാൾ സിനിമയിലേക്ക് വന്നത്. അതുകൊണ്ട് അയാളെ നിയമം പഠിപ്പിക്കാനായിട്ട് ആരും പോകരുത്. അണ്ണാനെ മരങ്ങേറ്റം പഠിപ്പിക്കരുതെന്ന് പറയുന്നത് പോലെ അയാളെ നിയമം പഠിപ്പിക്കാനായിട്ട് ആരും പോകേണ്ട ആവശ്യമില്ല. അയാൾ നിയമം എല്ലാം പഠിച്ച മനുഷ്യൻ തന്നെയാണ്. ഈ ഒരു പ്രായത്തിലും എന്ത് ചുറുചുറുക്കോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പരാമർശമല്ല, മോഹൻലാലിൻ്റെ ഒരു വാക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിണ്ടാതെ മൗനം പാലിച്ചിരിക്കുന്നത്? എന്തിനാണ് അടിമയായിട്ട് ജീവിക്കുന്നത്? ഈ ഒന്നിനും കൊള്ളാത്ത സുരേഷ് ഗോപി പോലും സ്വന്തം പാർട്ടിക്കാരാണ് ഈ പറയുന്ന മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ അക്രമം അഴിച്ചു വിടുന്നതെന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അറിയാതെയാണെങ്കിൽ അയാളത് പറഞ്ഞു. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി തന്നെയാണ്. മോഹൻലാലും മമ്മൂട്ടിയും എല്ലാ നടന്മാരും എനിക്ക് ഒരാളോടും വിരോധമില്ല. എനിക്ക് എല്ലാ സെലിബ്രിറ്റീസിനും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ മോഹൻലാലിനെ പറ്റി ഞാൻ എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പിന്തുണയ്ക്കാതെ അല്ലെ പിന്നെ അവരെ പിന്തുണയ്ക്കാതെ അല്ലെ പിന്നെ ആരെയാണ് പിന്തുണയ്ക്കേണ്ടത്? ആരുടെയൊക്കെയോ അടിമയായിട്ട് മാറുകയാണോ ശ്രീ മോഹൻലാലും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും സത്യം. പലരും കമന്റ് ഇടുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഈ പറയുന്ന അവാർഡ് തിരിച്ചങ്ങ് എടുക്കുമെന്നുള്ളത്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും സത്യം. അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും നമ്മുടെ മോഹൻലാൽ ഒന്നും മിണ്ടാത്തത്. എന്തിനാണെങ്കിലും കഷ്ടമാണ് കേട്ടോ. സ്വന്തം കൂട്ടത്തിലുള്ള കൂടപ്പിറപ്പിനെ പോലെ നിങ്ങൾ കാണുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നം മറ്റുള്ളവർ അഴിച്ചു വിടുമ്പോൾ അവർക്കെതിരെ ഒരു കമാന്നൊരു അക്ഷരം പോലും മിണ്ടാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും നിങ്ങളെല്ലാ അടിമകൾ തന്നെയാണ്.
അപ്പോൾ ദുൽഖർ സൽമാന്റെ പരാതിയിൽ എന്താവും അപ്ഡേഷൻ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം. ഇനി ഒരാളുടെ ഒരു പരിപാടി കൂടെ ഉള്ളൂ. പൂജാകർമ്മങ്ങളെല്ലാം തുടങ്ങി കഴിയാറായി. ഇനി അതിന്റെ അവസാനം എത്തുമ്പോൾ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് പോലെ NIA ഒരു പരിപാടിയും കൂടെ അങ്ങോട്ട് വരും. ആ പരിപാടിയും കൂടെ വന്നതിന് ശേഷം ദുൽഖർ സൽമാനെ രാജ്യദ്രോഹി, ഇപ്പൊ തന്നെ രാജ്യദ്രോഹി കൂട്ടത്തിൽ ആക്കിയിരിക്കുകയാണ് ദുൽഖറിനെ, മമ്മൂട്ടിയെയും ഒക്കെ. അപ്പൊ ഇനി ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നാട് കടത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവന്മാർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നന്നായിട്ട് അറിയാം. ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രം ഇവിടെ ഉയർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഹിന്ദുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ ചർച്ച ചെയ്യുന്നത് കണ്ടതാണ്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് മുന്നേക്ക് നിൽക്കാൻ പറ്റില്ല. ഹിന്ദുക്കളെ കൂടി മണ്ടന്മാരാക്കുക എന്നുള്ളൊരു പരിപാടി. ഹിന്ദുക്കൾ അല്ലെങ്കിൽ മണ്ടന്മാരാണ്, ഈ പറയുന്ന എല്ലാ വിടുവായത്തരങ്ങൾക്കും എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് അല്ലെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ആളുകളാണെന്ന് അറിയാം. ഞാനും ഒരു ഹിന്ദു തന്നെയാണ്, ഇനി എന്നെ പൊങ്കാലിടാരും വരണ്ട. അപ്പോൾ ഒരാൾക്ക് ഒരു ഐക്യവുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം പോകുന്ന ആളുകൾ തന്നെയാണ് ഹിന്ദുക്കൾ. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഹിന്ദുക്കളെ വശത്തേക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും ഇടയിലേക്ക് ഹിന്ദുക്കൾ തമ്മിൽ ഒരു വിരോധമുണ്ടാക്കുക. അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിരോധമുണ്ടാക്കുക. ആ വിരോധത്തിൽ കൂടി ഇവരെ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിക്കുക. ആരെ? ഹിന്ദുക്കളെ, ഈ മുസ്ലിംസിനെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളിൽ നിന്ന് അടിച്ചമർത്താൻ ശ്രമിക്കുക. അടിച്ചമർത്തുമ്പോൾ എന്താണ് വേണ്ടത്? ഹിന്ദുക്കൾക്ക് അവർക്കൊരു തുണയായിട്ട് ഒരാൾ വേണം. ആ തുണയായിട്ട് വരുന്ന ആൾ ആരായിരിക്കും? കാവിക്കളസവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അണ്ണന്മാരായിരിക്കും. അപ്പോൾ ആ അണ്ണന്മാര് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. ആ ചിന്ത വരുമ്പോൾ അത് ഇലക്ഷന് ഒരു കുറച്ച് പ്രയോജനമാകും. ആ പ്രയോജനകരമാക്കുന്ന രീതിയിൽ ഇവരെല്ലാ പരിപാടികളും ചെയ്യും. അതിന് മുന്നോടിയായിട്ടാണ് ദുൽഖറിനും മമ്മൂട്ടിക്കുമെതിരെ ഈ ഒരു അക്രമം അഴിച്ചുവിട്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ക്രിസംഖികൾക്കുള്ള മറുപടിയുമായിട്ട് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ വരുമെന്നുള്ളതും ദുൽഖർ ആ വണ്ടി തിരിച്ചെടുക്കുക എന്നുള്ളത്, ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് ദുൽഖർ. അങ്ങനെ ആയതുകൊണ്ട് തന്നെയും ദുൽഖറിന്റെ അച്ഛൻ്റെ പേര് മമ്മൂട്ടി എന്നായതുകൊണ്ട് തന്നെയും ആ വണ്ടി ദുൽഖറിന്റെ വീട്ടിലെ ആ 369 ഗ്യാരേജിൽ തന്നെ കിടക്കുമെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുള്ളതും ഞാൻ പ്രത്യേകം ഈ സമയത്ത് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് കോടതി വിധി എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. എന്ത് തന്നെയാണെങ്കിലും സംഘികളുടെ മെഴുകലും സംഘികളുടെ ഈ പരിപാടിയൊക്കെ കാണുമ്പോഴേ വിഷമവും പുച്ഛവുമാണ് തോന്നുന്നത്. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം.